അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ലൂക്കോസ് വിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനഭാഗത്ത് കപടഭക്തിയും സ്വയനീതിയും കൈമുതലായി വെച്ച് യഹൂദന്മാരുടെ പ്രവൃത്തികളെ നിശിക്തമായി വിമർശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സ്നാപക യോഹന്നാന്റെ ഒരു ന്യായവിധിയുടെ സന്ദേശത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് ഒന്നാമത്തെ കാര്യം. മാനസാന്തരം അത് മനസ്സിൻ്റെ മനോഭാവത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റമാണ് മാനസാന്തരം. മനസ്സ് മാറാതെ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. ഒന്ന്, ജീവിതത്തെ നശിപ്പിക്കുന്ന പാപത്തെക്കുറിച്ച് അവനൊരു അറിവ് വേണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കണം. പഴയ വഴിയിൽ നിന്ന് തിരിഞ്ഞ് പുതിയ യേശുക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം. ഒന്നാമതായി നമുക്കറിയാം, ധൂർത്തപുത്രൻ ധൂർത്തനായി ജീവിച്ചപ്പോൾ അവൻ പാപത്തിൻ്റെ വഴിയിലായി. ആ ധൂർത്തിൽ നിന്ന് അവനൊന്നും നേടാൻ കഴിയില്ല. ആരും അവനെ സഹായിക്കാനില്ലാതെ അവൻ പരാജിതനായി എന്ന് കണ്ടപ്പോഴാണ് അവൻ എവിടെ നിന്ന് ഇറങ്ങി വന്നു ആ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു. പിതാവിൻ്റെ ഭവനത്തിലായിരുന്ന മകൻ പിതാവിനെ വിട്ട് പിതാവിനോടുള്ള ചിന്ത, പിതാവിൻ്റെ പ്രവൃത്തികൾ, പിതാവിൻ്റെതെല്ലാം ഉപേക്ഷിച്ച് അവന് പിതാവ് കൊടുത്ത സ്വത്ത് മാത്രമായി അവൻ്റെ ചിന്തയിൽ. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത ഒന്നാമതായി നമ്മുടെ അകത്ത് വരണം. 2, ഞാൻ എൻ്റെ പിതാവിനോട് പറയണം, പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരെ ഞാൻ തെറ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ സ്വത്ത് വാങ്ങി ഇനി മകൻ എന്ന് വിളിക്കാൻ യോഗ്യതയില്ലാതെയാണ് തിരിച്ചു വരുന്നത്. ദാസന്മാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ മടങ്ങിച്ചെല്ലുന്നു. ആ പിതാവ് കാണിച്ച സ്നേഹം കാണുമ്പോൾ അവൻ അത്രയും കാലം അവൻ പിതാവിനെ ഉപേക്ഷിച്ചു പോയ അവസ്ഥകളെ അവൻ്റെ ജീവിതത്തിൽ അവന് തിരിച്ചറിയാൻ കഴിയും. 1, അവന് സ്നേഹമില്ലായിരുന്നു. 2, അവന് സമാധാനമില്ലായിരുന്നു. 3, അവന് ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ലായിരുന്നു. 4, ആരും അവനെ സഹായിക്കാനില്ലായിരുന്നു. 7, അവന് സ്വന്തമായി ഒരു നല്ലൊരു ജോലി കിട്ടുവാനോ ഭക്ഷണത്തിന് വേണ്ടിയുള്ളൊരു വകയില്ലായിരുന്നു. ഇങ്ങനെ നിരാശനായിരിക്കുന്ന അവനെയാണ് അപ്പൻ അവനെ കണ്ടപാടെ, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രമുള്ളവനായിരുന്നു, കാലിൽ ചെരുപ്പില്ലായിരുന്നു, കയ്യിൽ മോതിരമില്ലായിരുന്നു, അവന് സന്തോഷമില്ലായിരുന്നു, അവൻ വൃത്തിയായിട്ടൊന്നും കുളിച്ചില്ലായിരുന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക്, മനസ്സിൻ്റെ അഴുക്ക്, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം മാറും. അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സമയം വരും. അങ്ങനെ അവൻ പഴയതിനെ മുഴുവൻ ഉരിഞ്ഞു കളയുന്ന ഒരവസ്ഥ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവിൻ, പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് പിതാവിൻ്റെ വഴിയിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. പിതാവ് അന്നേരം അവനെ കണ്ടപാടെ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി, കണ്ടോ, പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് അവന് പുതിയത് കൊടുത്തു, സമ്മാനം കൊടുത്തു. അവൻ അപ്പൻ്റെ മകനെ പോലെ അവനെ സ്വീകരിച്ചിരുത്തി. അവൻ്റെ മനസ്സിൽ അപ്പൻ്റെ മകനാകാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞാണ് വന്നത്. ഒരിക്കൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോയ 2 പേരെ നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ പേര് ചുങ്കക്കാരനെന്നും ഒരാളുടെ പേര് ഫരിസേയൻ എന്നുമായിരുന്നു. ഫരിസേയൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഞാൻ ആ പുറകിലുള്ള ചുങ്കക്കാരനെ പോലെ ഒന്നല്ല. അവനെ തന്നെ ന്യായീകരിച്ചു. എന്നാൽ ആ പുറകിൽ നിന്ന മനുഷ്യൻ നെഞ്ചത്ത് കരങ്ങളടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞ് അങ്ങയുടെ സന്നിധി നിൽക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് പറയുന്ന ഒരു അനുഭവം, അവസ്ഥ, ഇത് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവൻ്റെ നിരവധിയായ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം
ഇത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒറ്റ നാമം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും നമ്മുടെ പാപമോചനവും നമുക്ക് പുതിയ മനുഷ്യനായി നമ്മളെ രൂപാന്തരീകരണം ചെയ്യുവാനും രൂപാന്തരപ്പെടുവാൻ ഇടവരുവാൻ തക്കവണ്ണം നമ്മുടെ മേലേക്ക് ശക്തി പകർന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ഏറ്റുപറയാൻ കഴിയുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട ഒരു മകൻ പാപം ചെയ്യുകയല്ല, പാപചിന്ത അവൻ്റെ മനസ്സിൽ വരികയല്ല, പാപത്തിൻ്റെതായ ഒരു പ്രലോഭനത്തിലേക്കും അവൻ വഴുതിപ്പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒന്നായിരിക്കും. കാരണം പിശാചിന് ഇടം കൊടുത്തെങ്കിൽ മാത്രമേ അവൻ്റെ ആ സന്തോഷം പൂർണ്ണതയിൽ നിന്ന് മാറിപ്പോകുകയുള്ളൂ. ഇന്ന് സന്തോഷിച്ചു പ്രാർത്ഥിച്ചവൻ നാളെ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ അവൻ ഇന്ന് പ്രാർത്ഥിച്ചതേക്കാൾ കൂടുതൽ നാളെ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടോ എന്ന് തിരിഞ്ഞു നോക്കണം. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ വിശ്വസ്തനാണ്, ഞാൻ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ വിശ്വസ്തനാണ്. ഈ ഒരു കൂട്ടായ്മത്വം ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ കൊടുത്തു പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനെന്ന മനുഷ്യൻ മാനസാന്തരപ്പെടാൻ തക്കവണ്ണം നീ എന്നിലേക്ക് നിന്റെ അഭിഷേകം പകരണം. എൻ്റെ പഴയത് മുഴുവൻ കഴുകി ഞാൻ പുതിയ മനുഷ്യനാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ആ പുതിയ മനുഷ്യൻ്റെ ആ പുതുമയാർന്ന ദൈവസ്നേഹത്തിൻ്റെ കൃപകളെ പകർന്നു കൊടുക്കുന്നൊരു ദൈവസാന്നിധ്യത്തെ നുകരുവാൻ എന്നെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.